അർജുന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ കൊയിലാണ്ടിയിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നും ഏതാണ്ട് അരമണിക്കൂറോളം സമയമെടുത്താൽ അർജുന്റെ വീട്ടിലേക്ക് എത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വഴിയിൽ നീളെ നമുക്ക് കാണാൻ കഴിയുന്നത് നിറ കണ്ണുകളുമായി കൈകൂപ്പി ആളുകൾ അർജുന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന കാഴ്ചയാണ്. ഒപ്പം പൂക്കളുമായൊക്കെ എത്തി അർജുന് ഒരു വാഹനം എവിടെയും നിർത്തുന്നില്ല, ആംബുലൻസ് എവിടെയും നിർത്തുന്നില്ല, ആംബുലൻസ് വളരെ വേഗം പോവുകയാണ്. പക്ഷേ ആ സമയത്തും അർജുനെ ഒരു നോക്ക് കാണാനായി വഴിയോരത്തൊക്കെ നിറയെ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. കുഞ്ഞുങ്ങളടക്കം പ്രായമായവരടക്കം അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് വഴി നീളെ. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് നമ്മൾ തുടങ്ങിയ യാത്രയിൽ കണ്ണൂരിൽ നിന്നും തുടങ്ങുമ്പോൾ പിന്നീട് ഇങ്ങോട്ട് വടകര, അഴിയൂര്, കൊയിലാണ്ടിയിലേക്ക് എത്തുമ്പോഴൊക്കെ തന്നെ വഴിയോരത്ത് നീളെ വലിയ രീതിയിൽ ആളുകൾ എത്തി അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ 72 ദിവസവും അവർ എല്ലാ ദിവസവും കേട്ട വാക്കാണ് അർജുൻ, എല്ലാ മണിക്കൂറുകളിലും കേട്ട വാക്കാണ് അർജുൻ. അങ്ങനെ അവരുടെയൊക്കെ അടുത്ത ഒരാളായി മാറിയ ഒരു വ്യക്തി കൂടിയാണ് അർജുൻ. അതുകൊണ്ട് അർജുൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ വലിയ സങ്കടം അവർക്കുണ്ട്. നിറ കണ്ണുകളോട് കൂടിയാണ് അങ്ങനെ വഴിയോരത്ത് ധാരാളം പേരെ നമ്മൾ കാണുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എത്തുമ്പോഴും അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരായി എത്തുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവനായി മാറിയിരുന്നു അർജുൻ. കഴിഞ്ഞ 72 ദിവസം കൊണ്ട് അർജുനെ എങ്ങനെയെങ്കിലും എത്രയും വേഗം തിരികെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാകില്ല. അവർ വീട്ടിൽ അവരുടെ പ്രാർത്ഥനയിൽ അർജുനെ ഓർക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അർജുൻ തൻ്റെ വീട്ടിൽ ഒരാളായി കണ്ട്, ഒരംഗമായി കണ്ട്, അല്ലെങ്കിൽ അത്രയും അടുപ്പമുള്ള ഒരാളായി കണ്ട് അത്രയും പ്രാർത്ഥനയും വേദനയും ഒക്കെ തന്നെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഈ സമയം അവർ പ്രകടിപ്പിക്കുന്നത്. കാരണം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നു. അങ്ങനെയൊരു സംഭവം നടന്നതിന് ശേഷം ആദ്യം വലിയ പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രയത്നം ആദ്യഘട്ടത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി. പക്ഷേ ഒന്നും സഫലീകരിച്ചില്ല, ഒന്നും ഫലം കണ്ടില്ല. അങ്ങനെ വേദനയോടെ നമ്മൾ കാത്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു വാർത്ത, വാഹനം കിട്ടുകയും അതിൻ്റെ ഉള്ളിൽ അർജുൻ്റെ മൃതദേഹമുണ്ട് എന്ന വാർത്തയും വരുന്നത്. അതിനുശേഷം ഇപ്പോൾ അർജുൻ സ്വന്തം നാട്ടിലേക്ക് എത്തുന്നു. തീർച്ചയായും മലയാളികളെ സംബന്ധിച്ചിടത്തോളം, മലയാളികളെ മാത്രമല്ല കർണാടകയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ എടുത്ത പ്രയത്നം, അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാർത്ഥന, നമ്മുടെ ഒരു ഇടപെടൽ എല്ലാം അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. അർജുൻ നമ്മുടെ എല്ലാം സ്വന്തം എന്ന് കരുതിക്കൊണ്ടാണ് ഓരോ മലയാളിയും അർജുന് വേണ്ടി പ്രാർത്ഥിച്ചത്, അർജുന് വേണ്ടി ഇടപെടലൊക്കെ തന്നെ നടത്തിയത്. ഇതിലും ഏറ്റവും ഒടുവിൽ അർജുൻ ഇതുവരെയും യാത്ര ചെയ്ത വഴിയിൽ, അർജുൻ സ്വന്തം ട്രക്കിൽ യാത്ര ചെയ്ത വഴിയിലൂടെ അർജുൻ തിരികെ മടങ്ങി വീട്ടിലേക്ക് എത്തുകയാണ്. വേദനയോടുകൂടി ആ കുടുംബം വീട്ടിലുണ്ട്. കരഞ്ഞ് കണ്ണീർ വറ്റിയ കണ്ണുകളുമായി അർജുൻ്റെ മാതാപിതാക്കൾ, അർജുൻ്റെ ഭാര്യ, അർജുൻ്റെ സഹോദരൻ എല്ലാവരും അർജുനെ കാത്തു നിൽക്കുന്നു. ഏതായാലും വികാര നിർഭരമായ ഒരു യാത്രയപ്പ് തന്നെയാണ് അർജുന് ലഭിക്കുന്നത്. ഒരു വിലാപയാത്രയായി ഈ ഒരു അന്ത്യയാത്ര മാറുന്നു. ഈ കൊയിലാണ്ടിയിലേക്ക് എത്തുമ്പോൾ ലോറി ഡ്രൈവർമാരടക്കം എത്തിക്കൊണ്ടൊരു വിലാപയാത്രയായി അത് മാറും. തീർച്ചയായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വഴിയരികിൽ ഇത്രയധികം പേരെത്തി അർജുന് അന്ത്യാഞ്ജലി അർപ്പിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ വലിയ വേദനയായി അർജുനുണ്ട്, വലിയ സങ്കട കാഴ്ചയായി അർജുനുണ്ട്. അർജുൻ എന്ന വ്യക്തിയും അർജുൻ്റെ കുടുംബവും അർജുൻ്റെ മകനും ഒക്കെ തന്നെ അവരുടെ മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ എപ്പോഴും മറക്കാനാവാത്തൊരു ഓർമ്മയായി ഇപ്പോഴും ഉണ്ട് എന്നതാണ്. ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ എന്ത് സഹായത്തിനും മലയാളി തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു കാഴ്ച നമ്മൾ ശിരൂരിൽ കണ്ടു. ശരിയാണ് ഫെലിക്സ്. അർജുൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ആരാണ് എന്നുള്ളത് ആ ഫ്രെയിമിലൊക്കെ തന്നെ മാതൃഭൂമി ന്യൂസിന്റെ സ്ക്രീനുകളിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമാകുന്നതായിരിക്കും. കടന്നു പോകുന്ന വഴിയിലുടനീളം ആൾക്കാരുണ്ട് അർജുനെ അവസാനമായിട്ട് ഒരു നോക്ക് കാണുവാൻ വേണ്ടിയിട്ട്. എല്ലായിടത്തും നിർത്തുന്നില്ല, പക്ഷേ ആ ഒരു കടന്നു പോകുന്ന ആ ഒരു സെക്കൻഡിൽ പോലും ഒന്ന് കാണുവാൻ, ഒന്ന് ആദരാഞ്ജലി അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ഇവിടെ നിന്ന് മാത്രമല്ല, ഒരുപക്ഷെ ശിരൂരിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ആ സമയം മുതൽ തന്നെ ആൾക്കാരുണ്ടായിരുന്നു. സതീഷ് കൃഷ്ണസേയിൽ, കാർവാർ MLA ഇപ്പോഴും ആ ആംബുലൻസിലുണ്ട്. അദ്ദേഹം വീട് വരെ ഉണ്ടാകും. വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണും. ആ കൈകളിൽ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ, കൈകളിൽ ഏൽപ്പിക്കുന്നു എന്ന് മാത്രമല്ല, കർണാടക സർക്കാരിൻ്റെതായിട്ടുള്ള 5 ലക്ഷം രൂപയും ആ കുടുംബത്തിൽ ഏൽപ്പിച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചതിന് ശേഷം മാത്രമേ അദ്ദേഹം മടങ്ങുകയുള്ളൂ.
അറിയിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും നന്ദി അറിയിക്കണം. ഇത്രത്തോളം കാര്യങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ ഓരോരുത്തരുടെയും വാക്കുകൾ അദ്ദേഹം ചെവിക്കൊണ്ടതിന്, അവിടെ വേണ്ടുന്ന നടപടികളെല്ലാം കൈക്കൊണ്ടതിന്, ആ ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിച്ച് കാര്യങ്ങൾക്കൊരു അവസാനം ഉണ്ടാക്കി തന്നതിന് ആ മനുഷ്യനോടും ആ ഭരണകൂടത്തിനോടും ഒക്കെ തീർച്ചയായിട്ടും നന്ദി പറയണം. യാതൊരു തരത്തിലും രാഷ്ട്രീയം പറയേണ്ട ഒരു വേദിയല്ല ഇത്. കർണാടക, കേരള സർക്കാരുകൾ എത്രത്തോളം ഇതിനുവേണ്ടി പ്രയത്നിച്ചു എന്നുള്ളത് ഈ അവസരത്തിൽ മലയാളികൾ എല്ലാവരും ഓർത്തെടുക്കും. അതിനുള്ള നന്ദി ഇടപെടൽ എടുത്ത ഓരോ വ്യക്തികൾക്കും മലയാളികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. നമ്മളോട് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അർജുനെ ഇതിനു മുൻപ് ഞങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷേ ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇപ്പോൾ അർജുൻ ഞങ്ങളിൽ ഒരാളാണ്. കഴിഞ്ഞ ദിവസം പോലും വഴിയരികിലായാലും വീട്ടിലായാലും ഓരോ മനുഷ്യർ വരുന്നുണ്ടായിരുന്നു. അവർ അർജുൻ്റെ ബന്ധുക്കളല്ല, ആ നാട്ടുകാരല്ല, അകലത്തിലുള്ള ബന്ധുക്കളോ അറിയാവുന്ന സുഹൃത്തുക്കളോ ആരുമല്ല, പക്ഷേ അവർ അർജുനെ അവസാനമായി കാണാൻ ഓരോ ഇടങ്ങളിലുമുണ്ട്.